ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു മോഡൽ എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ LDC LGS പോലെ എക്സാമുകൾക്ക് പ്രാധാന്യം നൽകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള മോഡൽ എക്സാമാണ്. ഇന്ന് നമ്മൾ 30 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 30 ചോദ്യങ്ങൾക്ക് ചെറിയൊരു കട്ട് ഓഫ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. 22 മാർക്കാണ്. ഓക്കെ, 22 മാർക്കിൻ്റെ ചെറിയൊരു കട്ട് ഓഫ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും മുഴുവൻ ക്വസ്റ്റ്യനും ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടണ മാർക്ക് അത് എത്രയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, 30 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ മലയാളം വൊക്കാബുലറിയിൽ നിന്ന് അർഫഗൻ എന്ന വേർഡിൻ്റെ മീനിങ് എന്തെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അർഫഗൻ PYക്ക് ചോദ്യമാണ്. ഓക്കെ, അർഫഗൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. മലയാളം വൊക്കാബുലറി എന്ന് കേട്ടാണ്. അർഫഗൻ എന്ന വേർഡിൻ്റെ മീനിങ് എന്തെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടണ മാർക്ക് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, BR അംബേദ്കർ, ബാലഗംഗാധര തിലകർ. ഏതാണ്? 21 നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഏതാണ്? ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ B ആണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് ആണ്. പൊതുജന അധികാരം, ഓക്കെ, പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമില്ല എന്ന വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഇത് ഏതുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, 1920 കാലഘട്ടത്തിൽ നടന്ന ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി അതിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വേർഡ്സാണ് ഇതൊക്കെ. 1920 കാലഘട്ടത്താണ് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം. ഓക്കെ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് INC നടത്തി ആദ്യ ദേശീയ പ്രക്ഷോഭവും നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭവും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭവും നിസ്സഹകരണ പ്രസ്ഥാനം 1920 INCയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം ഏതാണ്? INCയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നറിയപ്പെടുന്നതും നിസ്സഹകരണ പ്രസ്ഥാനം തന്നെയാണ്. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം എന്തെന്നാണ്? ചൗരി ചൗര സംഭവമാണ്. അറിയായിരിക്കും, ചൗരി ചൗര സംഭവമാണ്. എന്താണ് ചൗരി ചൗര സംഭവം? അതായത് ഒരു കർഷക സമരം നടക്കുമായിരുന്നു. ഓക്കെ, കർഷക സമരം അല്ല, കർഷക ജാഥ. ഓക്കെ, ഒരു കർഷക ജാഥ നടന്നപ്പോൾ അതിന് നേരെ പോലീസ് വെടിവെച്ച്, തുറന്ന് വെടിവെച്ചപ്പോൾ എന്താണ്? ഇതിൻ്റെ കലിപ്പായ നാട്ടുകാരാണെങ്കിൽ കലിപ്പായ കർഷകരാണെങ്കിൽ പോയി 1922 ഓക്കെ, 1922 ഫെബ്രുവരി മാസം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീ വയ്ക്കാനുണ്ടായത്. അതാണ് സംഭവം, ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഈ തീ വയ്പ്പിൽ 22 പോലീസുകാർ മരിക്കുകയും ചെയ്തു. അപ്പം ഡേറ്റ് ശ്രദ്ധിക്കണം, 1922 തീവയ്പ്പ് നടന്നത്. 22 പോലീസുകാരാണ് മരിച്ചത്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. 1922 ഫെബ്രുവരി മാസത്താണ് ചൗരി ചൗര ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് 22 പോലീസുകാരാണ് മരിച്ചത്. അപ്പോൾ ഇതോടെയാണ് ഗാന്ധിജിക്ക് വയറ് നിറഞ്ഞ് ഗാന്ധിജി പറഞ്ഞ് നിസ്സഹകരണ പ്രസ്ഥാനം ഒന്നും വേണ്ട, ഓക്കെ എന്ന് പറഞ്ഞ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. ഇനി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? അത് ബർദോളി കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വെച്ചാണ്. ഓക്കെ, ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് ബർദോളി കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വെച്ചാണ്. അതോടെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ദേശീയ ദുരന്തമായിട്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെന്നാണ്? INCയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശ വനിത നെല്ലിസൺ ഗുപ്തയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതകളിൽ ഒരാൾ പണ്ഡിത രമാഭായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബരി ഗാംഗുലി. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത സരോജിനി നായിഡു. ഇതിലേതാണ്? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് ശ്രദ്ധിക്കുന്നത്. ഏതാണ് രണ്ടാമത്തെ ചോദ്യം?
ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1ഉം 4ഉമാണ്. ഓക്കെ, 1ഉം 4ഉമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ 3ാമത്തെ വനിതയാണ് കേട്ടോ നെല്ലി സെൻ ഗുപ്ത. ഓക്കെ, 3ാമത്തെ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത എന്ന് പറയുന്നത് പണ്ഡിത രമാഭായി ആണ്. ആദ്യമായി അഭിസംബോധന ചെയ്തത് കാദംബിനി ഗാംഗുലി. ഓക്കെ, കാദംബിനി ഗാംഗുലി. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? അത് ആനി ബെസൻ്റ് ആണ്. ഓക്കെ, ആനി ബെസൻ്റ്. വർഷം എന്നാണ്? 1917. ഓക്കെ, കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിതയെ നേടിയതിനാൽ ആനി ബെസൻ്റ് 1917. ആദ്യ ഇന്ത്യൻ വനിതയെ നേടിയതിന് ആരാണ്? അത് സരോജിനി നായിഡു ആണ്. ഓക്കെ, സരോജിനി നായിഡു. വർഷം എന്നാണ്? 1925. ഓക്കെ, 1917 ആനി ബെസൻറ്റും 1925 സരോജിനി നായിഡുമായിരുന്നു. അടുത്ത ചോദ്യമാണ്, 3ാമത്തെ ചോദ്യമാണ്. കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാര്? കീഴരൂർ ബോംബ് കേസ് എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ആയിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, വി എ കേശവൻ നായരാണ്. വി എ കേശവൻ നായരാണ്. ഓക്കെ, വി എ കേശവൻ നായരാണ്. 4ാമത്തെ ചോദ്യമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? തുലാം 10 സമരം എന്നാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ 1946 നടന്ന പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരമെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ കന്നിപ്പത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? കന്നിപ്പത്ത്. തുലാം 10 പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്നു. കന്നിപ്പത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സമരമൊന്നുമല്ല. എന്തുമായി ബന്ധപ്പെട്ട്? കന്നിപ്പത്ത്. നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളേനെ നാട് കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കന്നിപ്പത്ത്. ഓക്കെ, എന്നാണ് നാട് കടത്തിയത്? 1910 സെപ്റ്റംബർ 26-നാണ്. ഓക്കെ, സെപ്റ്റംബർ 26-നാണ്. അതിനെയാണ് നമ്മൾ കന്നിപ്പത്ത് എന്ന് പറയണം. ഓക്കെ, കന്നിപ്പത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളേനെ നാട് കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് 1910 സെപ്റ്റംബർ 26. ഓക്കെ, സെപ്റ്റംബർ 26 CP രാമസ്വാമി അയ്യറാണ് നാട് കടത്താൻ മെയിൻ ക്യാപ്റ്റനായിട്ട് നിന്നത്. ഈ പുന്നപ്ര വയലാർ സമരം നടന്നത് CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 5ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടവയിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയയാണ്. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം അമേരിക്കയാണ്. പാരീസ് ഉടമ്പടി 1783. 1ാം കോണ്ടിനെൻ്റൽ സമ്മേളനം 1773. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്? 5ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനിയായിട്ടാൽ ജോർജിയയാണ്. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം അമേരിക്കയാണ്. പാരീസ് ഉടമ്പടി 1783. 1ാം കോണ്ടിനെൻ്റൽ സമ്മേളനം 1773. എവിടെയാണ്? ഫിലാഡൽഫിയയിൽ വെച്ചാണ്. ഓക്കെ, ഫിലാഡൽഫിയയിൽ വെച്ചാണ്. 1774 1ാം കോണ്ടിനെൻ്റൽ സമ്മേളനം. 2ാം കോണ്ടിനെൻ്റൽ സമ്മേളനം 1775-ലാണ്. ഓക്കെ, 1775-ലാണ് 2ാം കോണ്ടിനെൻ്റൽ സമ്മേളനം. 6ാമത്തെ ചോദ്യമാണ്. നവംബർ ആദ്യവാരം വിളവെടുപ്പ് നടത്തുന്ന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിളകളാണ്? നവംബർ ആദ്യവാരം വിളവെടുപ്പ് നടത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിളകളാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഖാരിഫ് വിളകളാണ്. ഓപ്ഷൻ ഡി ഖാരിഫ് വിളകളാണ്. 7ാമത്തെ ചോദ്യമാണ്. താപനിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ചേരുപടി ചേർക്കുക എന്നാണ്? കൊഡർമ, ജാർസുഗുഡ, കൊരാട്ടി, സിംഹാദ്രി. ഏതാണ് ഓപ്ഷൻസ്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഏതാണ്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്. ചേരുംപടി ചേർക്കുക എവിടെയാണ്? 27. നമ്മളെ 7ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 1D അതായത് കൊഡർമ എവിടെയാണ്? ഓപ്ഷൻ ഡി ജാർഖണ്ഡിലാണ്. ഓക്കെ, കൊഡർമ ഓപ്ഷൻ ഡി ജാർഖണ്ഡിലാണ്. അതുപോലെ തന്നെ ജാർസുഗുഡ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ജാർസുഗുഡ ഒഡീഷയിലാണ്. കൊരാടി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ
സി ആണ്, മഹാരാഷ്ട്രയിലാണ്. കൊരാടി മഹാരാഷ്ട്രയാണ്. സിംഹാദ്രി എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, സിംഹാദ്രി ആന്ധ്രാപ്രദേശാണ്. എട്ടാമത്തെ ചോദ്യമാണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന മേഖല. കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഓക്കെ, ഉച്ചമർദ്ദം. നമ്മൾ ഉച്ചയ്ക്കൊക്കെ നട്ടുച്ചയ്ക്കൊക്കെ കുതിരേനെ കൊണ്ട് ഓട്ടിക്കൊന്ന് ഓർത്താൽ മതി, കുതിരേനെ കൊണ്ട് കെട്ടിയിട്ടും എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, കുതിര അക്ഷാംശം. ഒൻപതാമത്തെ ചോദ്യമാണ് ചുവടെ പറയുന്നവൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? ശിലാമണ്ഡലം ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നെന്നാണ്? ഏതാണ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഫുവൽക്കോം മാൻഡിലും. ഫുവൽക്കോം മാൻഡിലിൻ്റെ പുറം ഭാഗം, അതായത് മുകളിലത്തെ ഭാഗം കൂടി ചേർന്നതാണ് ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഏതാണ്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം അത് ഫുവൽക്കമാണ്. ഓക്കെ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഫുവൽക്കമാണ്. ജൈവമണ്ഡലം ഏതൊക്കെ ചേർന്നതാണ് അറിയാമോ? ജൈവമണ്ഡലം ചേരുന്നത് ഒന്ന് ശിലാമണ്ഡലം. ഓക്കെ, ശിലാമണ്ഡലം ചേർന്ന്, അതുപോലെ തന്നെ വായുമണ്ഡലം ചേർന്ന്, അതുപോലെ തന്നെ ജലമണ്ഡലം. ഓക്കെ, ഈ 3 മണ്ഡലങ്ങളും ചേർന്നാണ് നമ്മുടെ ജൈവമണ്ഡലം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജൈവമണ്ഡലം. ഇത് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ, വലിയ ഫാക്റ്റൊന്നും അല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ജൈവമണ്ഡലം. ഓക്കെ, ഈ 3 ചേർന്നതാണ് ജൈവമണ്ഡലം. അതുപോലെ നമ്മുടെ ശിലാമണ്ഡലത്തിൻ്റെ മറ്റൊരു പേര് അറിയാം, ലിത്തോസ്ഫിയർ. ഓക്കെ, ലിത്തോസ്ഫിയർ, അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. 10ാമത്തെ ചോദ്യമാണ് കലക്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. കലക്കയം എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരമാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം കലക്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. വാഴ്വന്തോൾ ഏത് ജില്ലയിലാണ്? വാഴ്വന്തോൾ വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ കൊമ്പൈക്കാണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊമ്പൈക്കാണി, വാഴ്വന്തോൾ വെള്ളച്ചാട്ടം എല്ലാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, ഇത് കലക്കയം എന്ന് പറയാറുണ്ട്, കാലക്കയം വെള്ളച്ചാട്ടം എന്ന് പറയാറുണ്ട് കേട്ടോ. കാലക്കയം വെള്ളച്ചാട്ടം എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് വാഴ്വന്തോൾ വെള്ളച്ചാട്ടം തിരുവനന്തപുരം, കൊമ്പൈക്കാണി വെള്ളച്ചാട്ടം കൊമ്പൈക്കാണി വെള്ളച്ചാട്ടവും കൊമ്പൈക്കാണി വെള്ളച്ചാട്ടവും തിരുവനന്തപുരം ജില്ലയിലാണ്. 11ാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള കാരണം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ശമ്പളമായും സമ്മാനമായും നികുതിയായും ചോർത്തിക്കൊണ്ടു പോകുന്നതാണ് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം താഴെ പറയുന്നതിൽ ഏതാണ്? നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത്. ഓപ്ഷൻ ബി ആണ്, ചോർച്ച സിദ്ധാന്തം. ദാദാഭായ് നവറോജിയാണ്. 12ാമത്തെ ചോദ്യമാണ് താഴെ തന്നിട്ടുള്ളവയിൽ പുതിയ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു, കയറ്റുമതി വർദ്ധിക്കുന്നു, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം നടക്കുന്നു, സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയുന്നു. ഏതാണ് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഓക്കെ, പുതിയ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു. നമ്മുടെ അംബാനീനെയും അദാനീനെയും ഓർത്തിട്ട് നമ്മളെ ജീവിതശൈലി ഓർത്താൽ മതി. അപ്പം സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു, അതുപോലെ കയറ്റുമതി വർദ്ധിക്കുന്നു. കയറ്റുമതി വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും പ്രകൃതിയെ ചൂഷണം ചെയ്തേ നമുക്ക് സാധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ്, അതും നമ്മുടെ ഇപ്പോഴത്തെ നിലവാരം ആലോചിച്ച് നോക്കിയാൽ മതി. 13 ചുവടെ തന്നിട്ടുള്ളവയിൽ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 5 വർഷം വെച്ച് കൂട്ട്. 8ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1992-97 ഓക്കെ, 1992-97 8ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? റാവു മൻമോഹൻ മോഡൽ അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, റാവു മോഹൻ മോഡൽ എന്ന് പറയപ്പെടുന്നത് ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്ന ഏത് മോഡലാണ്?
പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതാണ്. ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണം തുടങ്ങിയത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് പീപ്പിൾസ് പ്ലാന്. 8ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ. 10ാം പഞ്ചവത്സര പദ്ധതി ഏതിലാണ് അറിയപ്പെടുന്നത്? കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാം പദ്ധതിയാണ്. 11ാം പദ്ധതി ഏത് മോഡൽ എന്നറിയപ്പെടുന്നത്? വിദ്യാഭ്യാസ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം 11ാം പദ്ധതി വിദ്യാഭ്യാസ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞുതരാം. 6ാം പഞ്ചവത്സര പദ്ധതി, അല്ലെങ്കിൽ നമുക്ക് ഒന്നേന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് മുതൽ പറയാം. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ. ഓക്കെ, ഹരോൾഡ് ഡോമർ മോഡൽ. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ. ഇത് ചിലവർക്കെങ്കിലും തിരിഞ്ഞു പോകും. ഓക്കെ, 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരം PSC കേൾക്കണതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അതായത് 2ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ഹരോൾഡ് ഡോമർ മോഡൽ എന്നൊക്കെ വിചാരിച്ച് വയ്ക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ ജസ്റ്റ് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആൽഫബറ്റ് ആലോചിച്ചാൽ മതി. 1ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഹരോൾഡ് ഡോമർ മോഡൽ. അപ്പോൾ H അല്ലേ ആദ്യം പറഞ്ഞത്. അതേപോലെ 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ. ഓക്കെ, M, അതായത് H കഴിഞ്ഞിട്ടല്ലേ M പറഞ്ഞത്. അതായത് 1ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് 2ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ PC മഹലനോബിസ് എന്ന് ഓർത്ത് വെച്ചാലും Pയും എന്താണ് H കഴിഞ്ഞിട്ടല്ലേ P പറഞ്ഞത്. അപ്പം 1ാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മോഡൽ. 2ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് മോഡൽ അഥവാ മഹലനോബിസ് മോഡൽ. 3ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? ചക്രവർത്തി മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അധികം കേട്ടിട്ടില്ലാത്ത പോയിൻ്റാണ്. 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ചക്രവർത്തി മോഡൽ. 4ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ. അത് കേട്ടിട്ടുള്ളതാണ് PSC. 5ാം പഞ്ചവത്സര പദ്ധതി ഡിപിധർ മോഡൽ എന്നറിയപ്പെടുന്നു. ഓക്കെ, 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ഡിപിധർ മോഡൽ. 6ാം പഞ്ചവത്സര പദ്ധതി ഗാന്ധിയൻ മോഡൽ. 8ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ. 9ാം പഞ്ചവത്സര പദ്ധതി പീപ്പിൾസ് പ്ലാൻ. 10 കേരള മോഡൽ. 11 വിദ്യാഭ്യാസ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. 14ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? വിദ്യാഭ്യാസം, ബിസിനസ് എന്നിവ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. വാർത്താവിനിമയം തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്താനാണ്. 1, 2, 3 ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ? 14 ഓപ്ഷൻ B ആണ്. ഓക്കെ, 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. വാർത്താവിനിമയം തൃതീയ മേഖലയിൽ. ഓക്കെ, വ്യാപാരം, വാണിജ്യം, വാർത്താവിനിമയം, ബാങ്കിങ്, ഗതാഗതം ഇതെല്ലാം തൃതീയ മേഖലയിലാണ്. വ്യവസായം, ബിസിനസ്സൊക്കെ ഏതാണ്? തൃതീയ മേഖലയിലാണ്. ഓക്കെ, ഓപ്ഷൻ B ആണ്. അപ്പോൾ 1 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, ബാക്കി രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യമാണ്. ഇന്ത്യയിൽ സാമ്പത്തിക സർവേ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ സാമ്പത്തിക സർവേ പ്രസിദ്ധീകരിക്കുന്നത്? 15ാമത്തെ ചോദ്യം ഏതാണ്? ഓപ്ഷൻ C ആണ്. ഓക്കെ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. 16 ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മീഷൻ. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അംബേദ്കറാണ്. ഓക്കെ, അംബേദ്കറാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ എത്രയാണ്? നാളെ PSC കേട്ടാണ് സ്റ്റേറ്റ്മെൻറ്റിൽ. ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ്. ഓക്കെ, ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ. എന്നാണ് രൂപീകരിച്ചത്? 1947 ഓഗസ്റ്റിനാണ്. ഓക്കെ, 1947 ഓഗസ്റ്റിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1947 ഓഗസ്റ്റ് 29-നാണ്. ഓക്കെ, 1947 ഓഗസ്റ്റ് 29-നാണ്. 7 അംഗങ്ങളുണ്ടായിരുന്നു. അംബേദ്കറായിരുന്നു ചെയർമാൻ. ഓക്കെ, അംബേദ്കറായിരുന്നു ചെയർമാൻ. അടുത്ത ചോദ്യമാണ്. 17ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ ഏവയെന്നാണ്? പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ ഏവയെന്നാണ്? ഭരണഘടനാപരമായ ചുമതല, നിയമങ്ങളുടെ വ്യാഖ്യാനം, പ്രതിനിധാനം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ, തിരഞ്ഞെടുപ്പ് ചുമതല. ഏതാണ് പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ പെടുന്നവ? ഓപ്ഷൻ B ആണ്. ഓക്കെ, 1, 3, 4, 5 ആണ് ഭരണഘടനാപരമായ ചുമതല. നിയമങ്ങളുടെ വ്യാഖ്യാനം ആരാണ്? ജുഡീഷ്യറിയാണ്. ഓക്കെ, സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെയാണ്. ജുഡീഷ്യറിയാണ് നിയമങ്ങളുടെ വ്യാഖ്യാനം. പ്രതിനിധാനം പാർലമെൻറ്റിൻ്റെയാണ്. അതേപോലെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ, തിരഞ്ഞെടുപ്പ് ചുമതലകൾ ഇവയെല്ലാം. 18ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ എത്ര രീതിയിൽ പൗരത്വം ലഭിക്കുന്നു? ഇന്ത്യയിൽ എത്ര രീതിയിൽ പൗരത്വം ലഭിക്കുന്നു? ഓപ്ഷൻ C ആണ്. ഓക്കെ, 5 രീതിയിലാണ്. ഓപ്ഷൻ C 5 രീതിയിലാണ്. 19ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
എ സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടൽ, അടിയന്തരാവസ്ഥ, സൈന്യത്തിന് പ്രത്യേക അധികാരം, ന്യൂനപക്ഷ അവകാശങ്ങൾ. 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് 18ാം ഭാഗം. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. 20ാമത്തെ ചോദ്യമാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയവ കണ്ടെത്താനാണ്. ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർക്ക് രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ എന്നാൽ ഓരോ വ്യക്തിയും അവരവരോട് തന്നെ കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. ഇന്നത്തെ ഇംഗ്ലീഷിലെ 5 ചോദ്യങ്ങൾ നോക്കാം. 21ാമത്തെ ചോദ്യമാണ്. ഐ ബിലീവ് യു ഡാഷ് യു ഹാവ് നെവർ ലൈഡ് ടു മീ. ഐ ബിലീവ് യു ഏതാണ്? വായിക്കുമ്പം കിട്ടും. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഐ ബിലീവ് യു ഫോർ യു ഹാവ് നെവർ ലൈഡ് ടു മീ ബിഫോർ. 22 ഇഫ് ഹി വെയർ എ വുമൺ ഹി ഡാഷ് ലോട്ട്സ് ഓഫ് ബേബി. ഇഫ് ഐ വെയർ എ ബേർഡ് ഏതാണ്? ഇഫ് ഹി വെയർ എ വുമൺ ഹി വുഡ് ഹാവ് ലോട്ട്സ് ഓഫ് ബേബീസ്. ഓക്കെ. 23ാമത്തെ ചോദ്യം. ഐ കാൺട്ട് ഇമാജിൻ ഡാഷ് ഇൻ ദാറ്റ് ബിഗ് ഹൗസ്. ഐ കാൺട്ട് ഇമാജിൻ ദാറ്റ് ഏതാണ്? ഏതാണ്? ഐ കാൺട്ട് ഇമാജിൻ ഒരു റൂളുള്ളത് ഇമാജിൻ കഴിഞ്ഞതിന് ശേഷം പ്ലസ് ജെറണ്ട് ആയിരിക്കണം. ഓക്കെ, ജെറണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ING ഫോം പറഞ്ഞ വേർഡ് ആയിരിക്കണം. ഇമാജിൻ കഴിഞ്ഞിട്ട് പ്ലസ് ജെറണ്ട് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ജെറണ്ട് ഏതാണ്? ലിവിങ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഐ കാൺട്ട് ഇമാജിൻ ലിവിങ് ഇൻ ദാറ്റ് ബിഗ് ഹൗസ്. ഓക്കെ, ഇമാജിൻ കഴിഞ്ഞിട്ട് ING പറഞ്ഞ വേർഡ് എഴുതണം. അതായത് ഐ കാൺട്ട് ഇമാജിൻ സ്റ്റേയിങ് എലോൺ ദെയർ എന്നൊക്കെ പറയില്ലേ, ഐ കാൺട്ട് ഇമാജിൻ. ഓക്കെ, സ്റ്റേയിങ് എലോൺ ദെയർ. അതുപോലെ വേറൊരു വേർഡ് ഉണ്ട്, എന്താണ്? ഫിനിഷ്. ഫിനിഷിന് ശേഷം ING ചേർത്ത് വേണം പറയാൻ. ഫിനിഷ്. ദേ ഫിനിഷ്ഡ് പെയിൻറ്റിങ് ദ ഹൗസ്. ഓക്കെ, ദേ ഫിനിഷ്ഡ് പെയിൻറ്റിങ്. ഓക്കെ, ദേ ഫിനിഷ്ഡ് പെയിൻറ്റിങ്. ദേ ഫിനിഷ്ഡ് ഡാൻസിങ്. ദേ ഫിനിഷ്ഡ് വാഷിങ് എന്നൊക്കെയല്ലേ നമ്മൾ പറയണം. അപ്പം ഫിനിഷ് അത് കഴിഞ്ഞിട്ടും ING ആണ്. ഇമാജിൻ കഴിഞ്ഞിട്ടും ING ആണ്. 24 ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അരുൺ വിൽ ഹാവ് ബ്രോട്ട് എ മൊബൈൽ ഫോൺ. ബ്രോട്ട് എ മൊബൈൽ ഫോൺ. പാസീവ് ഫോം ഏതാണ്? ഒറ്റ റൂൾ അറിഞ്ഞാൽ മതി. എന്താണ്? ആക്റ്റീവ് വോയിസിൽ ഹേസോ ഹേവോ വന്നു കഴിഞ്ഞാൽ എന്താണ്? ബീൻ ചേർത്തൊരു സെൻറ്റൻസ് എഴുതണം. ഓക്കെ, ബീൻ ചേർത്ത്. ഇവിടെ ബീൻ ചേർത്ത് ഒരേ ഒരു സെൻറ്റൻസേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ മൊബൈൽ ഫോൺ വിൽ ഹാവ് ബീൻ ബോട്ട് ബൈ അരുൺ. 25 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി സഫിക്സ് ഓഫ് ചൈൽഡ്. ഏതാണ് ചൈൽഡിൻ്റെ സഫിക്സ് ഏതാണ്? സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫിക്സും സഫിക്സും. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർഡിൻ്റെ ഫ്രണ്ടിൽ എഴുതുന്നതാണ് പ്രിഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് ശേഷം എഴുതുന്നതാണ്. അതായത് ചൈൽഡ് കഴിഞ്ഞ് ചൈൽഡിഷ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, മലയാളത്തിലെ 5 ചോദ്യങ്ങളാണ്. ശരിയായ പദം ഏതെന്നാണ്? ഓക്കെ, ശരിയായ പദം ഏതെന്നാണ്? 26ാമത്തെ ചോദ്യം. ആഷാഢം ഏതാണ്? ഏതാണ്? ആഷാഢം. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ചുഴിപ്പുള്ള ഡായാണ്. ഓക്കെ, ആഷാഢം. 27 ഒറ്റപ്പദം ഏതെന്നാണ്? സത്വഗുണമുള്ള ആൾ. ഏതാണ്? സത്വഗുണമുള്ള. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 28 മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിൽ തെറ്റായ പ്രയോഗം ഏതെന്നാണ്? മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഏതാണ്? വായിക്കുമ്പോൾ കിട്ടാവുന്നേ ഉള്ളൂ, ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓപ്ഷൻ സി ആണ്. ഓക്കെ, മനോഹരങ്ങളായ കാഴ്ചകൾ നമ്മൾ പറയുമോ? ഇല്ലല്ലോ. ഓക്കെ, മനോഹര കാഴ്ചകൾ അങ്ങനെയൊക്കെ നോർമൽ യൂസേജ്.
94 നമ്മുടെ 29ാമത്തെ ചോദ്യം. മഹാന്മാരോട് അടുത്ത് പെരുമാറുന്ന നിസ്സാരന്മാർക്ക് മഹാത്മ്യം കൈവരും. മഹാന്മാരോട് അടുത്ത് പെരുമാറുന്ന നിസ്സാരന്മാർക്കും മഹാത്മ്യം കൈവരും എന്ന അർത്ഥം വരുന്ന ചൊല്ല്. സിമ്പിൾ, ഇതൊക്കെ സിമ്പിൾ, വെരി വെരി സിമ്പിൾ. എന്താ? മുല്ലപ്പൂ മണത്താൽ വാരനാഴിനും മോശം. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 94 ഓപ്ഷൻ ബി ആണ്. 95 ലാസ്റ്റ് ചോദ്യമാണ്, 30ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക. തപോബലം. ഏതാണ് തപോബലം? ഓപ്ഷൻ സി ആണ്. ഓക്കെ, തപസ് പ്ലസ് ബലമാണ് തപോബലം. പുരസ് പ്ലസ് ഗതി പുരോഗതി. അതേപോലെ തന്നെയാണ് തപസ് അധികം ബലം തപോബലം. ഓക്കെ, പുരസ് അധികം ഗതി പുരോഗതി. പുരോഗതിനെ പിരിക്കേണ്ടത് പുരസ് അധികം ഗതിയാണ്. അതുപോലെ തന്നെ തപോഫയം, അതും എന്താണ്? സെയിം സാധനം തന്നെയാണ്. തപസ് അധികം ഫയമാണ് തപോഫയം. തപോബലം തപസ് അധികം ബലം. ഓക്കെ, അതേപോലെ മനോഹരം എന്താണ്? മനസ്സ് പ്ലസ് ഹരമാണ് മനോഹരം. ഓക്കെ, മനസ്സ് പ്ലസ് ഹരം മനോഹരം. മനസ്സ് പ്ലസ് ഹരം മനോഹരം. മനോബലം എന്താണ്? മനസ്സ് പ്ലസ് ബലമാണ്. ഓക്കെ, മനോബലം മനസ്സ് പ്ലസ് ബലമാണ്. മനോധർമ്മം എന്താണ്? അപ്പം മനസ്സ് പ്ലസ് ധർമ്മമാണ് മനോധർമ്മം. ഓക്കെ, അപ്പോൾ പുരോഗതി പുരസ് പ്ലസ് ഗതി പുരോഗതി. തപോഫയം തപസ് പ്ലസ് ഫയം തപോഫയം. തപോബലവും തപസ് അധികം ബലം. അതേപോലെ മനോഹരം. ഓക്കെ, മനസ്സ് പ്ലസ് ഹരം മനോഹരം. മനോബലം മനസ്സ് അധികം ബലം മനോബലം. മനോധർമ്മം എന്താണ്? മനസ്സ് പ്ലസ് ധർമ്മമാണ് മനോധർമ്മം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്നും അതുപോലെ നമ്മുടെ മോഡൽ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു എക്സാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.